ഈ ഭൂമിയിൽ എത്രയോ ആൾക്കാർ അഭിമാനം വെച്ച് പങ്കുവെച്ചവരാ? അതാരെങ്കിലും കൊണ്ടുപോയോ? അവസാനം അവരൊക്കെ ആ ഭൂമിയിൽ കുഴിച്ചിടുകയുണ്ടായതല്ലേ? അതുകൊണ്ട് നീ ഈ നശിക്കുക ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്ത ഈ ഭൂമിക്ക് വേണ്ടി ഏട്ടന്മാരോട് മത്സരത്തിന് പോകണ്ട. നിനക്ക് ജീവിക്കാനുള്ള വഴി വേണം, അത്രയല്ലേ വേണ്ടൂ. അറ്റ്ലീസ്റ്റ് നമുക്ക് ഉപജീവനത്തിൻ്റെ ഒരു മാർഗ്ഗം വേണം, അത്രയല്ലേ? അതിനല്ലേ പണമൊക്കെ ഉണ്ടാക്കണം മനുഷ്യൻ. അതിൽ കൂടുതൽ അവൻ എന്താ പ്രയോജനം? അതുകൊണ്ട് വിശന്നാത്തിരി ആഹാരം കഴിക്കണം, നാണം മറയ്ക്കാൻ ഒരു വസ്ത്രം വേണം, ഇതിനെ മഴയും വെയിലും കൊള്ളാണ്ട് എവിടെയെങ്കിലും എടുത്ത് വെക്കണം. ഇതിലധികം എന്താ ആവശ്യം നമുക്ക് പറയൂ? ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ഒരുപാട് അനാവശ്യ ആവശ്യങ്ങൾ മനസ്സിൽ നിന്ന് പോകും. ശരിയല്ലേ? പക്ഷേ അങ്ങനെയൊന്നുമല്ല ചിന്ത ആൾക്കാരുടെ. ഇതൊക്കെ കുട്ടിയോട് പറഞ്ഞപ്പോൾ കുട്ടിക്ക് അത് ശരിയാ തോന്നി. എന്തിനാ അത് പറയണത്? ഇങ്ങനെയുള്ള മഹാന്മാരുടെ വംശത്തിലാണ് മഹാത്മാക്കളുണ്ടാവുക. തന്നെത്താനെ മഹാത്മാവ് പൊട്ടി വീഴില്ല. അപ്പോൾ ഈ നാഭാഗൻ്റെ, ഈ സത്യസന്ധനും ധർമ്മനിഷ്ഠനുമാണ് അച്ഛൻ നഭകൻ. അദ്ദേഹത്തിൻ്റെ മകൻ സത്യസന്ധനും ധർമ്മനിഷ്ഠനും ഈ നാഭാഗൻ. ആ നാഭാഗൻ പരമേശ്വരനെ പ്രത്യക്ഷമായി കണ്ട് ബ്രഹ്മജ്ഞാനം നേടിയ ആൾ. ആ പരമേശ്വര ശിഷ്യനായ നാഭാഗൻ്റെ പുത്രനായിട്ടാണ് പരമഭാഗവതോത്തമനായ അംബരീഷൻ ജനിക്കണത്. അംബരീഷൻ്റെ കഥ പറയുന്നതിന് മുമ്പ് ഇത്രയും കഥ പറയാം. അംബരീഷനെ പോലൊരു പുത്രൻ അല്ലെങ്കിൽ പുത്രി നമ്മുടെ കുടുംബത്തിലുണ്ടാവണമെങ്കിൽ നാം പരമ്പരാഗതമായിട്ട് ഈ ശാശ്വതമായ മൂല്യങ്ങളും സത്യധർമാദി മൂല്യങ്ങളൊക്കെ പരിപാലിച്ച് വന്നാൽ ആ കുടുംബത്തിലുണ്ടാവും. അങ്ങനെ ഒരു അംബരീഷനെ പോലൊരു ഭക്തൻ കുടുംബത്തിലുണ്ടായാലോ 21 തലമുറയ്ക്ക് സൽഗതി. കണ്ടോ? താൻ ബ്രഹ്മസാക്ഷാത്കാരം നേടിയ ആൾ, ഈശ്വരനെ സചരാചരങ്ങളിലും ദർശിക്കുന്ന ആൾ, എന്നിട്ടും അദ്ദേഹം പതിവായി ക്ഷേത്ര ദർശനം ചെയ്യും. പതിവായി സ്വന്തം കൈകൊണ്ട് പുഷ്പമൊക്കെ പൊട്ടിച്ച് ഭഗവാന് പുഷ്പാഞ്ജലിയും അർച്ചനയും പൂജയും ചെയ്യും. ക്ഷേത്രത്തിൽ പോയാൽ താൻ തന്നെ ക്ഷേത്രത്തിലെ മാലിന്യങ്ങളൊക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കി ഭംഗിയാക്കി വയ്ക്കും. ഭക്തന്മാർക്ക് ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഭക്തന്മാരെ വിളിച്ച് ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കും. മഹാത്മാക്കളെ വിളിച്ചു വരുത്തിയിട്ട് അവരെ കൊണ്ട് ഭഗവാന്റെ കഥ പറയിപ്പിച്ച് ഇദ്ദേഹം മുമ്പിൽ പോയിരുന്ന് കേൾക്കും. അത് അങ്ങനെ നോക്കൂ. കാതുകൊണ്ട് ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടും, കണ്ണുകൊണ്ട് ഭഗവത് വിഗ്രഹങ്ങളെ ദർശിച്ചുകൊണ്ടും, നാവുകൊണ്ട് ഭഗവത് തിരുനാമങ്ങളെ ഭക്തന്മാരോടുകൂടി ആലപിക്കും. ഭഗവാന്റെ കഥകൾ പറഞ്ഞുകൊണ്ടും സ്നേഹം കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ആ ഭഗവാന്റെ ആരാധനമായി നിർവഹിച്ചുകൊണ്ടും, മനസ്സിൽ സദാ ആ ഭഗവത് സ്വരൂപം ഭാവന ചെയ്തുകൊണ്ടും, ഇങ്ങനെ മനസാ വാച കർമ്മണ ചെയ്യുന്ന എല്ലാം ഭഗവത് പൂജയായി നിർവഹിച്ച മഹാനായിരുന്നു അംബരീഷൻ.